63ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഗോത്ര കലകളിൽ ഇനമായ പളിയ നൃത്തത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത്. ഇപ്പോൾ നമ്മളോടുള്ളത് പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. ആ വിശേഷങ്ങളിലേക്ക് സ്കൂൾ കലോത്സവത്തിന്റെ ഗോത്രകലകളിലെ ആദ്യ വർഷമാണ് ഇവരെ പഠിപ്പിക്കാൻ എത്ര നാൾ എടുത്തു? സബ്ജിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് ട്രൈ ചെയ്യാൻ വെച്ചിട്ട് തുടങ്ങിയതാണ്. പക്ഷെ അത് കുട്ടികൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് പഠിപ്പിക്കാൻ തന്നെ വിചാരിച്ചു. അങ്ങനെ സബ് ജില്ലയിൽ നമുക്ക് ഏറ്റെടുത്ത് ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടുകയും ജില്ലയിൽ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ മനസ്സിലാക്കി വീണ്ടും കളിക്കുകയാണ് ചെയ്തത്. ഓക്കെ ഓക്കെ. ടീച്ചർക്ക് ഈ കലാരൂപമായിട്ടുള്ള ഒരു ബന്ധം എന്താണ്? പഴയ നൃത്തം ബന്ധമായിട്ട് ഒന്നുമില്ല. യൂട്യൂബിൽ നോക്കിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്നൊരു ഇതുകൊണ്ട് മാത്രമാണ് വന്നത്. ഇത് യൂട്യൂബിൽ നോക്കിയിട്ട് പഠിച്ചതാണ്. ഈ പഴയ നൃത്തം എന്ന് പറയുന്ന ഒരു ഗോത്രകല, അതിന്റെ പരമ്പരാഗതമായി കിട്ടുന്ന ഒരു അതാണല്ലോ. അപ്പൊ അതിന് ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ സബ് ജില്ല സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റേജിൽ കയറാവുന്ന രീതിയിലായിരുന്നു പോയിണ്ടായിരുന്നത്. ജില്ലയായിട്ട് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു. ഇടുക്കി ജില്ലയിലെ പള്ളിയ വിഭാഗം, കുമളിയിൽ അഭ്യസിക്കുന്ന പള്ളിയ ഗോത്ര വിഭാഗത്തിന്റെ ആരാധന നൃത്തമാണ് നമ്മളിവിടെ കളിച്ചത്. അവർക്ക് പല രീതിയിലുള്ള നൃത്തരൂപങ്ങളുണ്ട്. അതിൽ ഏറ്റവും നല്ലതെന്ന് പറയാൻ അവർ എല്ലാവരോടും ചെയ്യുന്നതാണ് ആരാധന നൃത്തം. ഇതിന്റെ പാട്ട് കേട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഭൂമിയെക്കുറിച്ചും അങ്ങനെയുള്ള ഇവരുടെ ദൈവങ്ങളെക്കുറിച്ചും അങ്ങനെ ഉള്ള ഒരു കൃഷി അങ്ങനെയുള്ള സമൃദ്ധമായിട്ടുള്ള പാട്ട്. ആ പാട്ടിനെ കുറിച്ച് വിശദീകരിക്കാം. പാട്ട് എന്ന് വെച്ചാൽ അവരെ ദൈവത്തിന് എളാത്തിപ്പൊളിച്ചെന്നൊരു ദൈവമുണ്ട്. അവരുടെ ആ ദൈവത്തിന് മുന്നിൽ അവര് വരും അവിടുത്തെ കാലത്തിലേക്ക് വേണ്ടിയിട്ട് അവർ ആടിപ്പാടി അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദേവിയോട് പറയുകയും അതുകൂടെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാ ഗീതമാണിത്. എത്ര നാളെടുത്ത് ഇത് പഠിക്കാനൊക്കെ? 2-3 മാസമൊക്കെ പഠിക്കാനൊക്കെ എളുപ്പമായിരുന്നു. ആദ്യമായിട്ടല്ലേ ഈ കലാരൂപം എന്ന് വെച്ചാൽ ഇവർക്ക് യാതൊരു ഐഡിയ ഇല്ല. പഴയ നൃത്തം ആദ്യം പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് നേരായി വന്നു. ഇപ്പം നമ്മൾ സ്റ്റേജിൽ കണ്ടത് ബാക്കിയെല്ലാം CD ഇട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ പാട്ട് സ്വന്തമായിട്ട് പ്രാക്ടീസ് പഠിക്കാനും തുടികൊട്ടി പാടാനൊക്കെ എങ്ങനെ? പല തവണ യൂട്യൂബിൽ പാട്ട് കേട്ട് കുട്ടികൾക്ക് നമ്മൾ പറയും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ പാട്ട് കേൾക്കണം കേട്ടോ എന്ന് പറയാലായിരുന്നു ഞാൻ. കാരണം ആ പാട്ട് ശരിയാകുമ്പോൾ അവരെ താളം കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും പാട്ട് കേൾക്കണം എന്ന് പറയായിരുന്നു ഞാൻ. അങ്ങനെയാണ് അവരിത് കൂടുതലായിട്ട് പഠിച്ചത്. അപ്പൊ അങ്ങനെ തന്നെ കളിക്കണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു ടീച്ചർ? ഇങ്ങനെ ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം കളിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ ആളായി തന്നെ കളിക്കണം. ഒരു ഗോത്ര വിഭാഗക്കാരാണെങ്കിൽ പോലും ആ ഗോത്ര വിഭാഗത്തിന്റെ കൂടെ തന്നെ ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ട് എന്ന രീതിയിൽ കളിക്കണം എന്നുള്ളതുകൊണ്ടാണ് പാടി കളിച്ചത്. കലോത്സവ